ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി ഇത് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ അതിന്റെ റിയൽ പവർ എന്ന് പറയുമ്പോൾ അത് അതിന്റെ പ്രോസസർ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നത് മുതൽ BGMI കളിക്കുന്നത് വരെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ പ്രോസസറാണ്. പക്ഷേ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്, ഏതാണ് ബെറ്റർ, സ്നാപ്ഡ്രാഗൺ ഓർ ഡയമൻസിറ്റി? ആക്ച്വലി പ്രോസസർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 3 കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. 1 പെർഫോമൻസ്, 2 ബാറ്ററി എഫിഷ്യൻസി, 3 ഹീറ്റിംഗ്. സ്നാപ്ഡ്രാഗൺ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ പെർഫോമൻസ് ആണ്, അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറവാണ്, പിന്നെ ബെറ്റർ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇവയ്ക്കൊക്കെയാണ് സ്നാപ്ഡ്രാഗൺ ടോപ്പിൽ നിൽക്കുന്നത്. ഡയമൻസിറ്റി പ്രോസസ് എന്ന് പറയുമ്പോൾ നല്ല പവർഫുൾ പെർഫോമൻസ് ആണ്, ഹീറ്റിംഗ് കുറവുണ്ട്, ഗെയിമിങ്ങിലേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഈ ഡയമൻസിറ്റി പ്രോസസർക്കുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ല സ്പെക്സും കാര്യങ്ങളൊക്കെ ഈ പ്രോസസറിനുള്ള ഫോണുകൾക്കുണ്ട്. പിന്നെ എക്സിനോസ് ഉണ്ട്, അത് സാംസങ് ഓൺ പ്രോസസറാണ്. ഈ ഡെയിലി യൂസിനൊക്കെ അത് ഓക്കെയാണ്, പക്ഷേ എന്നാലും ഗെയിമിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. ആപ്പിൾ ബയോണിക് ചിപ്സ് ആണ് ഇപ്പോൾ സ്മാർട്ട് ഫോണിലെ കിങ് എന്ന് പറയുന്നത്. അത് എഫിഷ്യൻസി പെർഫോമൻസ് ഒക്കെ ടോപ്പ് ലെവലാണ്. പ്രോസസറിലെ സീരീസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ സ്നാപ്ഡ്രാഗൺ 4 സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ബേസിക് ലെവലാണ്. സ്നാപ്ഡ്രാഗൺ 6 7 എന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ് ആണ്. പിന്നെ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 സീരീസ് ആണ്, ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. സെയിം തന്നെയാണ് ഡയമൻസിറ്റിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 6000 എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ലെവലിൽ യൂസേജിനൊക്കെയാണ് അത് വരുന്നത്. അതുപോലെ തന്നെ 7000 8000 എന്ന് പറയുമ്പോഴത്തേക്കും ഹെവി യൂസേജിനെ വേണ്ടിയിട്ടാണ്, ഗെയിമിംഗ് പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസറാണ് അത് വരുന്നത്. ഡയമൻസിറ്റി 9000 ആണ് ഇതിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുന്നത്.